വേടൻ മാപ്പ് പറഞ്ഞിരുന്നു. ഈ പെൺകുട്ടിയോടല്ല കേട്ടോ. വേടൻ മാപ്പ് പറഞ്ഞത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഞാനിങ്ങനെ പെൺകുട്ടിയെ ലൈംഗികമായി ക്രൂരമായി വേദനിപ്പിച്ചു, അല്ലെങ്കിൽ റേപ്പ് ചെയ്തു, അതിൽ എനിക്ക് കുണ്ഠിതമുണ്ട് എന്ന് പറഞ്ഞത്രേ. ഈ പെൺകുട്ടിയോ ഒന്നും ആവശ്യപ്പെടുന്നില്ല കേട്ടോ. പെൺകുട്ടി പറയുന്നത് എന്നോടൊന്ന് മാപ്പ് പറഞ്ഞുകൂടായിരുന്നു വേട. നിങ്ങൾ എവിടെയോ മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം? കേസിന് പോകാൻ ഈ പെൺകുട്ടിക്ക് വയ്യ. നിങ്ങൾക്കറിയോ, ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ സംവിധായകൻ രഞ്ജിത്തിനെതിരെ, സിദ്ദിഖിനെതിരെ, മണിയമ്പിള്ള രാജുവിനെതിരെ, കെ ബാലേന്ദ്ര മേനോനെതിരെ, അങ്ങനെ നിരവധിയായ സിനിമാ താരങ്ങൾക്കും സംവിധായകർക്കുമെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് നിരവധിയായ ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായി. അവരെയൊക്കെ ഒരു പരിധിവരെ അകറ്റി നിർത്തി കേരളീയ സമൂഹം. പക്ഷെ ഈ വേടനെയോ? കാരണം അവർക്കൊന്നുമില്ലാത്തൊരു പ്രിവിലേജ് വേടനുണ്ട്. കാരണം വേടൻ കറുത്തവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറുത്തവർക്ക് ഇവിടെ ബലാത്സംഗം ചെയ്യാം. കറുത്തവർക്ക് ഇവിടെ ബലാത്സംഗം ചെയ്താലും അവനെ പിണറായി വിജയൻ സംരക്ഷിക്കും. അതാണ് ഇടതുപക്ഷം. നിങ്ങൾ ബ്രാഹ്മണർക്ക് നേരെ, പാവം ജീവിക്കാൻ ഗതിയില്ലാത്ത അമ്പലത്തിൽ മാല കിട്ടുന്ന പാവം വാര്യർമാർക്കെതിരെ, ബ്രാഹ്മണർമാർക്കെതിരെ നിങ്ങൾക്ക് അധിക്ഷേപിക്കാം. എങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുന്നു. അവരുടെ പെൺകുട്ടികളെ നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാം. നിങ്ങൾ വാഴ്ത്തപ്പെടുന്നു. അത്തരത്തിലുള്ളൊരു പെൺകുട്ടി, അവളുടെ കണ്ണീരിന്റെ കഥയാണിത്. അവൾ പറയുകയാണ്, ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇതുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല. ബന്ധത്തിലുണ്ടാവുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇതുവരെ ഹിരൺദാസ് മുരളി ചെയ്ത ഒരു വൃത്തികേടുകൾക്ക് പോലും അക്കൗണ്ടബിലിറ്റി എടുക്കാനോ ഞങ്ങളോട് മാപ്പ് ചോദിക്കാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ മാപ്പ് പറഞ്ഞല്ലോ എന്ന വാദം പ്രസക്തവുമല്ല. ഇവിടെയോ പോയിട്ടൊരു മാപ്പ് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ മുഖത്ത് നോക്കി ചെയ്തത് തെറ്റിപ്പോയി എന്ന് പറയാനുള്ള ആർജവും പോലും പിണറായി വിജയൻ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഈ അധമൻ ചെയ്തിട്ടില്ല.